ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയിലയും ഇട്ട് വെച്ച ഒരു വറവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. രാവിലെ കടയിൽ നിന്ന് പരക്കാത്തേക്ക് ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള ഇരുന്ന് ചക്കക്കുരുവിൻ്റെ തൊലി കളയുകയാണ്. ചക്കക്കുരു തോരൻ വെക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരല്പം മുരിങ്ങയിലയും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആകുമെന്ന് പറഞ്ഞു. പറഞ്ഞപാടെ വൈഫ് താഴേട്ട് ഓടി മുരിങ്ങയിൽ നിന്നൊരു 2 കമ്പ് വെട്ടിക്കൊണ്ട് വന്നു. ഇനി അതിൻ്റെ ഇല നുള്ളിയെടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ജോലിയാണ്. ഏതായാലും അതും കൂടെ ചെയ്യാമെന്ന് വെച്ചു. എന്ത് ചെയ്യുമ്പോഴും നമുക്കും ഒരു ചെറിയ റോളുണ്ടാവുമല്ലോ. ഒരു പാത്രത്തിൽ കുറച്ച് ചക്കക്കുരു എടുത്ത് പൊളിച്ചോളാൻ പറഞ്ഞു. സംഗതി ചക്കക്കുരു പൊളിക്കുന്ന ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുത്തു. ചക്കക്കുരു വറവ് വെക്കാൻ എൻ്റെ ഭാര്യ അടിപൊളിയാണ്. പക്ഷേ ചക്കക്കുരു മാങ്ങ കറി വെക്കാൻ പറഞ്ഞാൽ പുള്ളിക്കത്ര ഒക്കില്ല. കാരണം നമ്മളൊക്കെ കുടിയേറ്റ അച്ചായന്മാരുടെ തലമുറയിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ അമ്മമാർ വെക്കുന്ന ആ ചക്കക്കുരു മാങ്ങയുടെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, നമുക്കിതിൻ്റെ റെസിപ്പി നമ്മുടെ കൂട്ടുകാരെ കൂടെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, കരിയാപ്പല, എണ്ണയിലിടാനുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക് എല്ലാ സ്ഥലത്തെത്തി. ചിരകി വെച്ച 1 കപ്പ് തേങ്ങയും. എന്തായാലും ഈ ചക്കക്കുരുവും മുരിങ്ങയിലയും തോരൻ വെക്കൽ പ്രത്യേകിച്ച് മലയാളികളോട് പറഞ്ഞു കേൾക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും. ഏതായാലും ചക്കക്കുരു അതൊക്കെ അങ്ങനെ വെന്തു, അത് തോരനായി മാറി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോട്ടമാണ്, അതിൻ്റെ അടുത്ത് തന്നെ വരും. അങ്ങനെ ഒരു പ്ലേറ്റിൽ ചക്കക്കുരു തോരനെത്തി. ഇനി ഇതിൻ്റെ രുചി നോക്കണം. അങ്ങനെ സ്പൂണെടുത്ത് വായിലേക്ക് ഇട്ടു. സംഗതി ഇഷ്ടപ്പെട്ടു, അടിപൊളി എന്ന് ഒരു കോംപ്ലിമെൻ്റ് നൽകി. പിന്നെ ഉച്ചയൂണ് സാമ്പാറും ചക്കക്കുരു തോരനും ഒരു അച്ചാറും. സംഗതി കുശാലായിരുന്നു. എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക.